അസ്സലാമു അലൈക്കും. റസിയ അവിടെ നിന്നും ഓടിമാറാൻ ശ്രമിച്ചതും ഷൈജൽ അവളുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു നിർത്തി. റസിയ വേദന കൊണ്ട് പുളഞ്ഞുപോയി. അവൻ അവളെ ബലമായി പിടിച്ചൊതുക്കി ചുവരിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ആ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു. അയാളിൽ നിന്ന് വമിക്കുന്ന ലഹരിയുടെ മണം കേട്ട് റസിയയ്ക്ക് ഛർദ്ദിക്കാൻ വന്നു. അയാൾ തന്നിലേക്ക് അടുത്തതും ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ പാവം റസിയ ദുർബലയായി. അവൾ കണ്ണുകൾ ഇറക്കിയടിച്ച് അവൻ്റെ മുൻപിൽ നിന്നു. ഷൈജൽ അവളുടെ കഴുത്തിടൽക്കിലേക്ക് മുഖം അമർത്തി റസിയയ്ക്ക് തന്നെയാരോ തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിഞ്ഞതുപോലെ ഉടലാകെ പൊള്ളുന്നതുപോലെ തോന്നി. ഒപ്പം അവൻ്റെ കൈ തൻ്റെ മാറിടത്തിൽ അമരുന്നതറിഞ്ഞതും ആ കൈയിൽ മാദ്യം നെഞ്ചിൽ തല്ലിയുമൊക്കെ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു റസിയ. പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ഷൈജൽ മുഖമുയർത്തിയതും റസിയ രക്ഷപ്പെട്ടതുപോലെ ഡോറിന് നേരെ ഓടാൻ തുടങ്ങി. അല്ല പൊന്നുമോളെ എങ്ങോട്ടാ? ഷൈജൽ അവളെ പിടിച്ചു നിർത്തി. ഞാൻ പറയും, താൻ എന്നെ ഉപദ്രവിച്ചത് എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും. അവൾ അവൻ്റെ നേരെ ചൂണ്ടുവിരൽ വെറുപ്പിച്ചു. ഓഹോ, നീ എന്നെ പറയോ? മിക്കവാറും ആ പുറത്ത് വന്നതേ നിന്നെ മറ്റവനായിരിക്കും. അവനോട് നീ ഇവിടെ നടന്നത് വല്ലതും പറഞ്ഞാലേ പിന്നെ നിന്നെ മാത്രമാവില്ല ഞാൻ തീർക്കുന്നത്. ആദ്യം അവൻ്റെ മോളൂട്ടിയെ ഞാനിങ്ങെടുക്കും. എന്നിട്ട് നിന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച് ഈ കൈക്കൊണ്ട് ഞാനവളെ. ഷൈജൽ ഒരു ഭ്രാന്തനെ പോലെ അവൻ്റെ ഉള്ളംകൈയിലേക്ക് നോക്കി ചിരിച്ചു. റസിയയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. മോളൂട്ടി, അവള് കുഞ്ഞല്ലേ? അവളെയും നീ ഒരു മൃഗം തന്നെയാണ്. ആ ചെറിയ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിച്ച പഠിച്ചവൻ ഒരിക്കലും വെറുതെ വിടില്ല. റസിയ അവന് നേരെ ചീറി. മോളൂട്ടിയെ ഞാൻ വെറുതെ വിടാം, പക്ഷേ നീ ഇവിടെ നടന്നതൊന്നും അവനോട് പറയാൻ പാടില്ല. പറഞ്ഞാൽ അറിയാലോ എന്നെ. അവനൊരു താക്കീതോടെ പറഞ്ഞു നിർത്തി. ഷിബിലി വീണ്ടും കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ആരും വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും അവൻ ഉറക്കെ ഡോറിൽ തട്ടി. എന്നിട്ടും ഫലമുണ്ടായില്ല. നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ മോളൂട്ടി പറഞ്ഞത് അവനോർത്തു. എല്ലാവരും പോകുന്നുണ്ട്, റസിയമേമി വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന് തന്നെയാണ് മോളൂട്ടി പറഞ്ഞത്. ഇതുവഴി പോകേണ്ട ആവശ്യം വന്നപ്പോൾ അവളിവിടെ തനിച്ചാവുമല്ലോ എന്നോർത്ത് അതുകൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് വന്നത്. ശത്രുക്കൾ ഉള്ളതാണ് അവൾക്ക്. അവളെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നിസാം ഏത് വഴിയും സ്വീകരിക്കുമെന്ന് മുമ്പ് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇനി റസിയപ്പോൾ ഇതിനകത്തില്ലേ? അവളെവിടെ? പിറകുവശത്തേക്ക് പോയപ്പോൾ അവിടെയും ഗ്രില്ല് അകത്തേക്ക് അടച്ചതായി കണ്ടു. അതോടെ അവൾ ഇതിനകത്തുണ്ടെന്ന് അവന് ഉറപ്പായി. സാബിത്യയുടെ റൂമിൻ്റെ ജനാല തുറന്നിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് ആ ഭാഗത്തേക്ക് ചെന്നത്. അവിടെയും അടച്ചത് കണ്ട് അവന് ചങ്കിടിപ്പേറി. അല്ലാ, അവളിനി എന്തെങ്കിലും കയ്യബദ്ധം കാണിക്കുമോ? അവൻ എന്തൊക്കെയോ അപകടം മണത്തു. വീണ്ടും മുൻപിലേക്ക് വന്ന് ഒരു വട്ടം കൂടെ കോളിംഗ് ബെൽ മുഴക്കി. അപ്പോൾ റസിയ എല്ലാം പറഞ്ഞതുപോലെ അവനോടെ ഒന്നും പറയാൻ റസിയാൻ്റെ ഈ നാവേ പൊങ്ങരുത് കേട്ടോ. കേട്ടല്ലോ? ഞാൻ പറയുന്നതൊക്കെ അങ്ങ് സമ്മതിച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പോവും. പിന്നെ നിനക്കൊരിക്കലും എൻ്റെ ശല്യം ഉണ്ടാവില്ല. ഷൈജൽ റസിയയെ നോക്കി. അവൾ മുഖം കുനിച്ചതും അവൻ ഡോറിന് നേരെ നടന്നു. ഡോറ് വെട്ടിപ്പൊളിച്ചാലോ എന്ന ചിന്തയോടെ നിൽക്കുന്നവൻ്റെ മുൻപിലേക്ക് ഡോറ് തുറന്ന് ഇറങ്ങിച്ചെന്ന് ഷൈജൽ. ഷിബിലി അവനെ തുറിച്ചു നോക്കി. അല്ല, അളിയനെന്താ ഈ നേരത്ത്? അവൻ ചമ്മിയ ചിരിയോടെയാണ് ചോദിച്ചത്. ഇതെൻ്റെ വീടല്ലേ, ഇവിടേക്ക് കയറി വരാൻ ഞാൻ സമയവും ഡേറ്റൊന്നും നോക്കാറില്ല. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഷിബിലി അകത്തേക്ക് കയറി. അവൻ്റെ കണ്ണുകൾ ചുറ്റിലും പായുന്നത് ഷൈജൽ ശ്രദ്ധിച്ചു. അളിയൻ ആരെയാണ് നോക്കുന്നത്? റസിയയാണോ? അവൾ റൂമിനകത്തുണ്ട്, പാവം കിടക്കുക. അത്രയും കേട്ടപ്പോഴേക്കും ഷിബിലിയുടെ ചങ്കിടപ്പേറി. കാലുകൾ വേഗത്തിൽ അവളുടെ റൂമിന് നേരെ ചലിച്ചു. അല്ല, അളിയനൊന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഷൈജൽ അവനെ വിളിച്ചതും ഷിബിലിയുടെ കാലടികൾ നിശ്ചലമായി. അവൻ ഷൈജലിനെ തിരിഞ്ഞു നോക്കി. ഷൈജൽ അവൻ്റെ അടുത്തേക്ക് ചുവടുവെച്ചു. അവൻ്റെ മുഖത്തൊരു ചെറു ചിരിയുണ്ടായിരുന്നു. അത് പിന്നെ എന്താ? നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? എനിക്കേ റസിയെ ഇഷ്ടമാണ്. അവൾക്കും എന്നോട് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടല്ലേ വീട്ടിൽ ആരുമില്ല, എനിക്ക് കൂട്ടായി വരുമോ എന്ന് ചോദിച്ച് അമ്മയുടെ ഫോണിൽ നിന്ന് അവൾ എനിക്ക് മെസ്സേജ് അയച്ചത്. ഷൈജൽ പറയുന്നത് കേട്ട് ഷിബിലിയുടെ ഹൃദയത്തിൽ നിന്നെന്തോ അടർന്നു വീണു. അവൻ ഐഷുമ്മയുടെ ഫോണിൽ നിന്ന് റസി അയച്ച മെസ്സേജ് ഷിബിലിയെ കാണിച്ചു. ആ മെസ്സേജ് വായിച്ചതും ഒരു നിമിഷം ഷിബിലി അനങ്ങാൻ പോലും മറന്ന് നിശ്ചലമായി. അവളുടെ മെസ്സേജ് കണ്ടപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വന്നു. റസിയാണ് എനിക്ക് വാതിൽ തുറന്നു തന്നത്. അളയൻ വന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അകത്ത് സംസാരിക്കുകയായിരുന്നു. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ റസിയയ്ക്ക് പേടി. ഉമ്മമാർ തിരിച്ചു വന്നതാവോ എന്ന്. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, പ്രണയിക്കുന്നവരെ മനസ്സൊന്നേ അവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല.
കർട്ടൻ നീക്കി നോക്കിയപ്പോഴാണ് റസിയയ്ക്ക് സമാധാനമായത്. ആര് മനസ്സിലാക്കിയില്ലെങ്കിലും അളിയൻ അവളെ മനസ്സിലാക്കുമെന്ന് അവൾക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ഇഷ്ടം ഷിബിക്കയോട് തുറന്നു പറയാമെന്നും റസിയാണ് അഭിപ്രായപ്പെട്ടത്. നിസാം അവളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അളിയൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. എൻ്റെ കൂടെ ജീവിക്കാൻ റസിയയ്ക്കും സമ്മതമാണല്ലോ. ഉമ്മ ചിലപ്പോൾ ഈ ബന്ധത്തെ എതിർക്കും. എങ്കിലും ഞങ്ങളെ ഒന്നാവാൻ അളിയൻ സഹായിക്കണം. ഷൈജൽ അവൻ്റെ കയ്യിൽ പിടിച്ച് അപേക്ഷ പോലെ പറഞ്ഞു. പൊടുന്നുടനെ ഷിബിലി അവൻ്റെ കൈ വേർപ്പെടുത്തി റസിയുടെ മുറിയുടെ നേരെ നോക്കി. അവൻ്റെ പകപ്പ് വിട്ടുമാറുന്നില്ല. തൻ്റെ കാതുകൾ കേട്ടത് സത്യമാണോ? റസിയ അവൾ എൻ്റെയല്ലേ? ഹൃദയം കൊണ്ട് ഞാൻ അവളെ പാതിയാക്കിയതല്ലേ? എന്നിട്ടിപ്പോൾ ഹൃദയത്തിൽ ആരോ കത്തിയെടുത്ത് വരയും പോലെ നീറ്റൽ അനുഭവപ്പെട്ടു ഷിബിലിക്ക്. അളിയൻ റസിയെ നോക്കുവാണോ? ഞാൻ അവളെ വിളിക്കാം. റസിയ ഒന്നിങ്ങ് വന്നേ. ഷൈജലിൻ്റെ തേൻ പുരട്ടിയ സ്വരം റസിയുടെ കാതിനെ തേടിയെത്തി. അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തട്ടം കൊണ്ട് തുടച്ചു മാറ്റി അങ്ങോട്ട് വന്നു. റസിയ തൻ്റെ തൊട്ടു മുൻപിൽ വന്ന് നിന്നതും അവനൊരു ചങ്കിടുപ്പുണ്ടായി. ഒരു തവണ റസിയ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയുള്ളൂ. ഷിബിലിയുടെ രൂക്ഷമായ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ നിലത്തേക്ക് കണ്ണു താഴ്ത്തി. റസിയ, നീ പറഞ്ഞതുപോലെ ഞാനെല്ലാം അളിയനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും നമ്മുടെ ഈ വിവാഹം നടത്തി തരണമെന്നും അളിയൻ നമ്മളെ സഹായിക്കും. എനിക്ക് ഉറപ്പുണ്ട്. ഷൈജൽ പറയുന്നത് കേട്ട് റസിയയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. നടുക്കത്തോടെ അവൾ തൻ്റെ നേരെ നോക്കി. ദുഷ്ടൻ! എന്തൊക്കെയാണ് ഈ ദുഷ്ടൻ പറയുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്, ഇയാളെ എനിക്ക് വെറുപ്പാണെന്നും പറയാൻ അവളുടെ നാവ് തിരിച്ചു. പക്ഷേ മോളൂട്ടി ഓർക്കുമ്പോൾ അവളെ ഈ ചെകുത്താൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം റസിയെ പൊതിഞ്ഞു. റസിയ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണിൽ കണ്ണുനീർ വന്ന് മൂടി. ഷിബിലിയുടെ മിഴികൾ അവളിൽ തന്നെയാണ്. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ പുകഞ്ഞു നീറുന്നുണ്ടെന്ന് അവനും തോന്നി. ഷൈജൽ കൗശലത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി. അതോടെ ഷിബിലിയുടെ ഉള്ളിൽ അവളോടുള്ള മതിപ്പില്ലാതാവണം. അവൻ അവളെ വെറുക്കണം. എൻ്റെ പെങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു ഈ ഷൈജൽ. അവൻ്റെ ചുണ്ടൻ കോണിൽ ഒരു വിജയച്ചിരി മറഞ്ഞിരുന്നു. പിന്നെ റസിയയുടെ കാര്യം. ഷൈജൽ മോഹിച്ചത് സ്വന്തമാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും. അതിനുവേണ്ടി അവളെ വിവാഹം ചെയ്യണമെങ്കിൽ അങ്ങനെ. റസിയ എന്ന പെണ്ണിനെ കണ്ടതു മുതൽ മറ്റൊരു ലഹരിയും തൻ്റെ തലയ്ക്ക് പിടിക്കുന്നില്ല. അവളെ ഒരു വട്ടമെങ്കിലും അറിയണമെന്ന മോഹം അവൻ്റെ സിരകളിൽ ആളിപ്പടർന്നുകൊണ്ടേയിരുന്നു. ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണോ റസിയ? ഷിബിലിയുടെ ഗൗരവം തിങ്ങിയ സ്വരം കേട്ടതും റസിയ ഒന്ന് വിറച്ചു. അവൾ ഷൈജലിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങുന്നത് അവൾ കണ്ടു. റസിയ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ഷിബിലിയുടെ ശബ്ദം അവിടെയാകെ പ്രകമ്പനം തീർത്തു. റസിയയുടെ ഉള്ളൊന്ന് കിടുങ്ങിപ്പോയി. ഷിബിലിയുടെ മുഖത്തേക്ക് നോക്കിയതും ഹൃദയം നുറുങ്ങിപ്പോകുന്നത് പോലൊരു വേദന അവളെ വരിഞ്ഞു മുറുക്കി. തൻ്റെ ജീവിതം നശിച്ചാലും തൻ്റെ മോളൂട്ടിക്ക് ഒന്നും സംഭവിക്കരുത്. മോളൂട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ മനുഷ്യന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. സത്യമാണ്, അയാൾ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞവൾ അവനെ നോക്കാതെ ആ മുറിയിൽ കയറി വാതിലടച്ചു കിടന്നു. ബെഡിലേക്ക് കമഴ്ന്നു വീണവൾ പൊട്ടിക്കരഞ്ഞു. അടക്കിപ്പിടിച്ച കരച്ചിലുകൾ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ തലയണയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് കരഞ്ഞു. കേട്ടല്ലോ അളിയ, ഇപ്പോൾ എന്തായി? അവൾക്ക് സമ്മതമാണെന്ന്. ഇനി അളിയൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. പറ്റില്ലെന്ന് മാത്രം പറയരുതട്ടോ. ഷൈജൽ ഷിബിലിയെ നോക്കി. അവനെപ്പോഴും മൗനമാണ്. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. കൈ രണ്ടും ഉയർത്തിപ്പിടിച്ച് കോട്ടുവായിട്ട് ഷൈജൽ അവിടെ നിന്നും പോയി. അവൻ പോയിട്ടും അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കി ഒരു മരവിപ്പോടെ നിന്നു ഷിബിലി. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചതും അവനൊന്ന് ഞെട്ടി. ഫോണെടുത്ത് ചെവിയോട് ചേർക്കുമ്പോഴും അവൻ്റെ മിഴികൾ ആ ഡോറിന് നേരെയായിരുന്നു. ഇനിയും കരയാൻ വയ്യെന്ന് തോന്നി റസിയക്ക്. ഇനിയും ഒറ്റയ്ക്കിങ്ങനെ നീറിക്കഴിയാൻ വയ്യ. തന്നെ മനസ്സിലാക്കാനോ തനിക്ക് വേണ്ടി കരയാനോ ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ. പിന്നെ ഞാനെന്തിനെ നോവ് തിന്നണം? ഒരു നിമിഷത്തെ വേദന കൊണ്ട് ഈ ലോകത്ത് നിന്ന് ഒളിച്ചോടാൻ അവളുടെ ഹൃദയം വെമ്പി. ആ വലിയ വേദനയോടെ എല്ലാം അവസാനിക്കുമല്ലോ. പിന്നെ ഇങ്ങനെ നോവ് തിന്ന് നീറി മരിക്കണ്ടല്ലോ. ആർക്കും ഒരു ഭാരമാവണ്ടല്ലോ. റസിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. യാ ഇലാഹി, നീ തന്ന ജീവൻ അവസാനിപ്പിക്കാനുള്ള അധികാരമൊന്നും ഈ പാവം പെണ്ണിനില്ലെന്ന് അറിയാം. എങ്കിലും ഞാൻ മരണത്തെ കൊതിക്കുകയാണ് ഈ നിമിഷം. ഈ പാവപ്പെട്ടവളോട് നീ പുറത്തേക്കണേ. ആർക്കും വേണ്ടാത്ത റസിയ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ അവളെ സംരക്ഷിക്കുന്നവർക്ക് പോലും അപകടം സംഭവിക്കും. ഞാൻ കാരണം എൻ്റെ മോളൂട്ടിക്കോ എനിക്ക് അഭയം തരുന്ന ആ നല്ല മനുഷ്യനോ ഒന്നും സംഭവിക്കരുത്.
എന്നെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്ന ഒരേയൊരു കണ്ണ് എൻ്റെ കുഞ്ഞാണ്. ഈ ഉമ്മയുടെ മോനായി ജനിച്ചാൽ അവനും നോവ് തന്നെയായിരിക്കും വിധി. റസിയ എഴുന്നേറ്റ് മുഖം അമർത്തി തുടച്ചു. കുഞ്ഞെ, മാപ്പ്, ഈ ഉമ്മയോട് മാപ്പ്. വിടന് മുമ്പേ നിന്നെ തല്ലിക്കൊഴിച്ചതിന് നീ ഉമ്മയോട് ക്ഷമിക്കണടാ. അവൾ തൻ്റെ വയറിലൊന്ന് പതിയെ തലോടി. കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചുടുനീർ തുള്ളി ആ കുഞ്ഞു വയറിന് മുകളിൽ വീണു. ഷാളുകൊണ്ട് ഫാനിൽ കുലുക്കി തീർക്കാൻ അവൾ അല്പം പ്രയാസപ്പെട്ടുവെങ്കിലും മരിക്കണമെന്ന ത്വര അവളുടെ ഓരോ അണുവിലും നിറഞ്ഞതുകൊണ്ട് അവൾ അതിൽ നിന്നും പിന്മാറിയില്ല. കുരുക്ക് കഴുത്തിലേക്ക് അണിയും മുമ്പ് അവൾ തന്നെ ഉപേക്ഷിച്ച് മാതാപിതാക്കളെ ഓർത്തു. തനിക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് തന്നെ മൊഴി ചൊല്ലിയ ആദ്യ ഭർത്താവിനെ ഓർത്തു. നിസാമിനെയും ഷൈജലിനെയും ഓർത്തു. ഈ മരണത്തിലെങ്കിലും നീ എന്നെ വിജയിപ്പിക്കണമേ റബ്ബി എന്ന് മനമുരുകി പ്രാർത്ഥിച്ച് ആ കുരുക്ക് കഴുത്തിലേക്ക് അണിയാൻ തുടങ്ങിയതും ആരോ വാതിലിൽ അമർത്തി തട്ടാൻ തുടങ്ങിയിരുന്നു. തട്ട് ശക്തമായതും അവൾ ആ സ്റ്റൂളിൽ നിന്നും ഇറങ്ങിച്ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ പരിഭ്രമിച്ച് നിൽക്കുന്ന ഷിബിലിയെ അവൾ കണ്ടു. അവൻ അവളെ തള്ളി മാറ്റി ആ റൂമിലേക്ക് കുതിച്ചു കയറി. ഫാനിൽ തൂങ്ങിയാടുന്ന കുരുക്ക് കണ്ടതും അവൻ റസിയെ നോക്കി. കത്തുന്നൊരു നോട്ടം. കവിളടക്കിയൊരു അടിയായിരുന്നു പിന്നെ. ആ അടിയുടെ ശക്തിയിൽ റസിയ ആകെയൊന്ന് ഉലഞ്ഞുപോയി. അവൾക്ക് ഒരു നിമിഷത്തേക്ക് കാഴ്ച മങ്ങി. ഷിബിലിയുടെ രൂപം അവ്യക്തമായി. ശരീരമാകെ കുഴഞ്ഞ് ഇപ്പോൾ നിലത്തേക്ക് വീണു പോകുമോ എന്നവൾ ഭയപ്പെട്ടു. അല്ല റസിയ, നിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലേ? ആത്മഹത്യ ചെയ്യാൻ മാത്രം വിഡ്ഢിയാണോ നീ? അവളുടെ നേർക്ക് മുഖം അടുപ്പിച്ച് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ പൊടിഞ്ഞൊരു നീർത്തുള്ളി റസിയ വ്യക്തമായി കണ്ടു. പറ റസിയ, ആത്മഹത്യ ചെയ്യാൻ മാത്രം ഇവിടെ ഇപ്പോൾ നിനക്ക് എന്താണ് ഉണ്ടായതെന്ന് എന്നോട് പറ. നീ എന്താ പറയാത്തത്? അവൻ വിറക്കുന്ന കൈത്തലം അവളുടെ ചുമലിൽ വെച്ചു. അവൻ്റെ തൊണ്ട ഇടറിയത് റസിയ അറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് എന്തൊക്കെയാണ് അവനോട് പറയേണ്ടതെന്ന് അറിയുന്നില്ല. തൻ്റെ സങ്കടങ്ങൾ അവനോട് പറയാൻ പറ്റുമോ എന്നും അറിയില്ല. അവളെ നോക്കി നിൽക്കുമ്പോൾ ദേഷ്യവും സഹതാപവും ഒരുമിച്ച് വന്നു ഷിബിലിക്ക്. അവളുടെ ഉടൽ വിറകൊള്ളുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. നിനക്ക് എന്നാണ് വകതിരിവ് ഉണ്ടാവുന്നതിൻ്റെ റസിയ? ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും. നീ ഇനി എന്നാണ് പഠിക്കുന്നത്? ആത്മഹത്യ ചെയ്ത് സ്വയം തോൽക്കാതെ തന്നെ വേദനിപ്പിച്ചവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കല്ലേ വേണ്ടത് പെണ്ണെ. അല്ലാതെ ആത്മഹത്യ ചെയ്ത് ഒളിച്ചോടുന്നത് ഭീരുക്കളാണ്. അവൻ അവളിൽ നിന്ന് കൈകൾ എടുത്തു മാറ്റി. ഇതിപ്പോൾ നിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് നിനക്ക് കാവൽ തിന്ന എന്നെപ്പോലും നീ വിഡ്ഢിയാക്കി കളഞ്ഞില്ലേ റസിയ? അവൻ്റെ മുഖത്ത് സങ്കടം വിങ്ങി. ഷൈജൽ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചെന്ന് കരുതിയോ നീ? അവൻ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. വാത്സല്യം നിറഞ്ഞ ചോദ്യം കേട്ടതും റസിയയുടെ ചുണ്ടുകൾ വിതുമ്പി. അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള സ്നേഹം തുളുമ്പുന്നത് റസിയ കണ്ടു. തൻ്റെ ഉറ്റവർക്കോ മഹർ തന്നെ പാതിയാക്കിയവർക്കോ തോന്നാത്ത സ്നേഹം. പിന്നെ ഷൈജലിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെയും. ഇത്രയൊക്കെ വളർന്നിട്ടും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മോങ്ങാനല്ലാതെ നിനക്കൊന്നും അറിയില്ലല്ലോ റസിയ. അവനത് പറഞ്ഞപ്പോൾ റസിയയുടെ മുഖം കുനിഞ്ഞു. ഷൈജൽ പറഞ്ഞതേ കല്ല് വെച്ച നുണയാവുമെന്ന് എനിക്കറിയാം. എങ്കിലും പെട്ടെന്ന് അവൻ അത് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് പകച്ചുപോയി. സത്യം നിൻ്റെ നാവിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അവൻ പറഞ്ഞത് സത്യമാണെന്ന് നീയും പറഞ്ഞില്ലേ? പക്ഷേ എനിക്കറിയായിരുന്നു അവൻ നിന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാവുമെന്ന്. കാരണം പളുങ്ക് പോലുള്ള റസിയയുടെ മനസ്സ് എനിക്കറിയാം. ഞാനറിയുന്ന റസിയ നല്ല കുട്ടിയാണ്. അവൾ ഒരിക്കലും ഷൈജലിനെ പോലെ തന്നെ സ്നേഹിക്കില്ല. ആരുമില്ലാത്ത സമയത്ത് വീട്ടിലേക്കൊരു പുരുഷനെ വിളിച്ച് കയറ്റുകയുമില്ല. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും റസിയ ആർത്തിരമ്പി പരിസരം പോലും മറന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അത്രയും സമയം ഉള്ളിലിട്ട് നീറ്റിയ അവളുടെ സങ്കടങ്ങളെല്ലാം കടിഞ്ഞാൻ പൊട്ടി പുറത്തേക്ക് കുത്തിയൊഴുകി. നമ്മുടെ മോളുട്ടി, അവളെ അയാൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തിയത് പറയുമ്പോൾ അവളുടെ കണ്ണുനീർ തൻ്റെ നെഞ്ചിനെ നനയ്ക്കുന്നത് അവൻ അറിഞ്ഞു. അവളെ ചേർത്ത് പിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന കൈകളെ അവൻ അടക്കി നിർത്തി. ഞാൻ കാരണം മോളൂട്ടിക്കോ അവൾ അബ്ബയ്ക്കോ ഒന്നും പറ്റരുതെന്ന് കരുതിയാൽ ഞാൻ കള്ളം പറഞ്ഞത്. സോറി ഇക്ക. എനിക്ക് അയാളെ പേടിയാണ്. അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുപോലെ എൻ്റെ മോളൂട്ടിയെ ഉപദ്രവിക്കും. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മരിക്കാനൊരുങ്ങിയത്. കൊച്ചുകുട്ടികളെപ്പോലെ തേങ്ങി കരയുന്നവളോട് ഹലിവും വാത്സല്യവും തോന്നിപ്പോയി ഷിബിലിക്ക് ആ നിമിഷം. അവന് തൻ്റെ നെഞ്ചോരം
ചേർന്ന് കിടക്കുന്നത് തൻ്റെ ദച്ചുവാണെന്ന് തോന്നി. അവളും ഇതുപോലെയായിരുന്നു. എന്ത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും തൻ്റെ നെഞ്ചിൽ പെയ്തൊഴിക്കുമായിരുന്നു. അവനപ്പോൾ റസിയ തനിക്ക് അന്യയാണെന്ന് പോലും മറന്നുപോയി. തന്നിൽ നിന്നും അടർത്തി മാറ്റിയ തൻ്റെ പ്രിയപ്പെട്ടവളെ വിധി വീണ്ടും തന്നിലേക്ക് എത്തിച്ചതാണെന്ന് തോന്നി. സ്വയം അറിയാതെ അവൻ കൈകൾ ഉയർത്തി അവളെ ചേർത്ത് പിടിച്ചു. ആ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. ആദ്യ ചുംബനം, കരുതലും സ്നേഹവും കലർന്ന അവൻ്റെ ആദ്യ ചുംബനം. അവൻ സ്വയം മറന്ന് ചെയ്തു പോയതാണ്. അവളും സ്വയം മറന്നത് ഏറ്റുവാങ്ങിയിരുന്നു. പെട്ടെന്ന് ബോധം വന്നതുപോലെ ഞെട്ടിക്കൊണ്ട് റസിയ അവനിൽ നിന്ന് പിടഞ്ഞു മാറിയപ്പോൾ ഷിബിലക്കും വല്ലാതെയായി. അവൻ്റെ നെഞ്ചിലേക്ക് വീണതിൽ അവൾക്കും, അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചതിന് അവനും കുറ്റബോധം തോന്നി. രണ്ടുപേർക്കും മുഖത്ത് നോക്കാൻ പ്രയാസം. ഇനി ഇതുപോലെ വല്ലവരും പറഞ്ഞാലേ കരഞ്ഞു നിലവിളിച്ച് ചാവാനൊരുങ്ങാതെ വാ തുറന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. നീ കാരണം ആർക്കും ഒന്നും സംഭവിക്കൂല. നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്നുള്ള ഭയവും വേണ്ട. ഷിബിലി, നിന്റെ സംരക്ഷണം ഏറ്റെടുത്തുന്നത് വെറുതെ പറഞ്ഞതല്ല റസിയ. ഞാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ പാതി വഴിയിൽ വിട്ട് കളയുകയുമില്ല. ഗൗരവത്തോടെ അത്രയും പറഞ്ഞവൻ അവളെ നോക്കാതെ പുറത്തേക്ക് പോയി. അവൻ്റെ കാലടികൾ അകന്നുപോയതും റസിയ മിഴിയുണർത്തി. തനിക്ക് കാവലായി ഒരാളുണ്ടെന്ന തോന്നൽ അവളിൽ ആത്മവിശ്വാസം നിറച്ചു. ഷൈജലിൻ്റെ മുറിയുടെ മുൻപിൽ ചെന്ന് ഷിബിലി ഡോറിൽ ഉറക്കെ തട്ടി. അവൻ മയക്കത്തിൽ നിന്ന പോലെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. ഷിബിലിയുടെ മിഴികളിലെ ദേഷ്യം തിരിച്ചറിഞ്ഞ ഷൈജൽ ഭയപ്പെട്ടുവെങ്കിലും അവൻ്റെ മുഖത്ത് നിഷ്കളങ്കത വരുത്തി അവൻ ചോദിച്ചു, എന്താണ് അളിയ, എന്തിനാ വിളിച്ചത്? അവൻ ശബ്ദത്തിൽ സ്വാഭാവികത വരച്ച് ചോദിച്ചു. ഞാൻ വിളിച്ചതേ നിന്നെയൊന്ന് കാണാൻ. ഷിബിലി താടിയിൽ ഒന്ന് തടവി അവനെ രൂക്ഷമായി നോക്കി. ഭയം കൊണ്ട് ഷൈജലിൻ്റെ മുട്ടെടുക്കാൻ തുടങ്ങി. ഇറങ്ങി ഓടിയാലോ എന്നുവരെ ചിന്തിച്ചു ഷൈജൽ. വിശന്ന് കലിപ്പൂണ്ട് നിൽക്കുന്ന സിംഹത്തിൻ്റെ മുമ്പിൽ പെട്ടുപോയ ഇരയുടെ ഭാവം. നേരത്തെ റസിയയുടെ മുഖത്തുണ്ടായിരുന്ന അതേ പരിഭ്രമം ഇപ്പോൾ ഷൈജലിൻ്റെ മുഖത്തുമുണ്ടായി. നിന്റെ കല്യാണം നടത്തിയതാമെന്ന് ഏറ്റതല്ലേ ഞാൻ. അതിനെ വെച്ച് താമസിപ്പിക്കുന്നില്ല. രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ അങ്ങ് നടത്താം. പറഞ്ഞു തീരും മുമ്പേ അവൻ്റെ നെഞ്ചിനിട്ട് ആഞ്ഞൊരു ചവിട്ടായിരുന്നു ഷിബിലി. ഷൈജൽ തെറിച്ച് ഭിത്തിയിൽ തട്ടി നിലത്തേക്ക് വീണു. അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരു അപശബ്ദം പുറത്തേക്ക് ചാടി. അളിയ, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഒന്നും ചെയ്യരുത്. ഷൈജൽ ആ തറയിൽ കിടന്ന കിടപ്പിൽ വിറക്കുന്ന കൈകൾ കൂപ്പി അവനെ നോക്കി. നിനക്കെൻ്റെ പെണ്ണിനെ വേണമല്ലടാ? ചോദ്യത്തോടൊപ്പം ഒരിക്കൽ കൂടി അവൻ്റെ പാദം ഷൈജലിൻ്റെ നെഞ്ചിൻ കൂടിൽ ശക്തമായി അമർന്നു. ഷൈജൽ ഉറക്കെ കരഞ്ഞു. അവൾ എൻ്റേത് മാത്രം. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തൊരു അധികാരഭാവമുണ്ടായി. അവളെക്കുറിച്ച് നന്നായി അറിഞ്ഞിട്ട് തന്നെയായി ഷിബിലി കൂടെ കൂട്ടിയത്. നീ പറയുന്ന കള്ളം കേട്ട് ഞാൻ എൻ്റെ പെണ്ണിനെ അവിശ്വസിക്കുമെന്ന് നീ കരുതിയോ? നീയും നിൻ്റെ പെങ്ങളും ചേർന്ന് എൻ്റെ ഉമ്മയുടെ ഫോണിൽ നിന്നൊരു മെസ്സേജ് അയച്ച് അതെന്നെ കാണിച്ചാലേ ഞാൻ അവളെ വെറുക്കുമെന്ന് നീ കരുതിയോടാ? അവൻ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. സോറി, ഇനി ഉണ്ടാവില്ല അളിയ. എന്നെ ഒന്നും ചെയ്യരുത്. ഷൈജൽ വിറച്ചു. പെട്ടെന്ന് വാതിലാരെ തുറക്കുന്നതറിഞ്ഞ് റസിയ അവിടേക്ക് നോക്കിയതും അവളുടെ കാൽച്ചുവട്ടിലേക്ക് എന്തോ ഒന്ന് തെറിച്ചു വീണിരുന്നു. റസിയ ഞെട്ടിക്കൊണ്ട് കാൽ വലിച്ചു പുറകോട്ട് നീങ്ങി. ഷൈജൽ. തൻ്റെ കാൽച്ചുവട്ടിൽ അവശനായി വീണു പിടയുന്ന ഷൈജലിനെ അവൻ പകപ്പോടെ നോക്കി. പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകൾ വാതിൽക്കലേക്ക് നീണ്ടു. അവിടെ നെഞ്ചും വിരിച്ച് നിൽപ്പുണ്ടായിരുന്ന ഒരുവൻ. അവൻ അവളുടെ പരിഭ്രമിച്ച മുഖത്തേക്ക് നോക്കി. റസിയ, നീ പേടിക്കണ്ട. നിന്നോട് ചെയ്ത തെറ്റിനെ മാപ്പ് പറയാൻ വേണ്ടി വന്നതാണവൻ. അതും പറഞ്ഞ് മീശയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവൻ ഷൈജലിൻ്റെ നേരെ നോക്കി. സോറി റസിയ, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. സോറി. നിൻ്റെ നിഴൽവട്ടത്ത് പോലും ഇനി ഷൈജൽ വരില്ല. ഷൈജൽ വിറച്ചുകൊണ്ട് അവളുടെ നേരെ കൈകൂപ്പിയത് പറയുമ്പോൾ അവൻ്റെ വായിൽ നിന്നും രക്തം കിനിഞ്ഞുറങ്ങുന്നുണ്ടായിരുന്നു. റസിയ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. അവൾക്ക് ഇപ്പോഴും കൺമുമ്പിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? കുറച്ചു മുമ്പ് ഒരുവൻ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പോൾ ഇതാ തന്നെ ദ്രോഹിച്ചവനെ ഇടിച്ച് അവശനാക്കി തൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. തനിക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ മാത്രം അയാൾ തൻ്റെ ആരാണ്? ഒരിക്കൽ പോലും തൻ്റെ പേരും പറഞ്ഞ് അയാളും കുറ്റക്കാരനായില്ലേ? എന്നിട്ടും ഒരു തരി വെറുപ്പ് പോലും തന്നോട് കാണിക്കാതെ സംരക്ഷിക്കുന്ന ആ ഒരുവനോട് വല്ലാത്തൊരു ആരാധന തോന്നിപ്പോയ റസിയയ്ക്ക്. ഷിബിലി കുനിഞ്ഞു വന്ന് ഷൈജലിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. റസിയോട് മാത്രമല്ല, ഇനി നിൻ്റെ കണ്ണ് ഒരു പെണ്ണിനെ നേർക്കും ഹറാമിൻ്റെ നോട്ടം വീഴാൻ പാടില്ല.
വീണാൽ ഈ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും, കേട്ടോടാ. ഷിബിലിയുടെ മുഴക്കമുള്ള ശബ്ദം കേട്ട് റസിയ ആകെ ഭയന്നു പോയി. എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് ഈ നിമിഷം നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇനി നീ ഒരു കാര്യത്തിൻ്റെ പേരിലും എൻ്റെ വീട്ടിലേക്ക് വന്നു പോകരുത്. നീ മാത്രമല്ല, നിൻ്റെ പെങ്ങളുണ്ടല്ലോ ഒരുത്തി, അവൾ 100 വർഷം എൻ്റെ പിറകെ നടന്നാലും ഷിബിലിക്ക് അവളോട് ഇപ്പോഴുള്ളതിൽ കൂടുതലായി ഒരു ഇഷ്ടവും തോന്നാൻ പോകുന്നില്ല. ഏതെങ്കിലും നല്ലൊരുത്തിനെ കണ്ടുപിടിച്ചേ അവളെ കെട്ടിച്ചേക്കാൻ നോക്ക്. ഷിബിലി അവനെ പിടിച്ച് ആ റൂമിന് വെളിയിലേക്ക് തള്ളി. പിന്നെ ഇതെല്ലാം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്നവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ നോട്ടം തന്നിലാണെന്ന് കണ്ടതും റസിയ മുഖം കുനിച്ചു. അവളുടെ ആ നിൽപ്പ് കണ്ടതും അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു ചിരി വിരിഞ്ഞു. നേരത്തെ അവൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നതും അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചതുമെല്ലാം മനസ്സിൽ തെളിഞ്ഞു. തൻ്റെ നെഞ്ചോരം ഇപ്പോഴും ആ പെണ്ണിൻ്റെ ചൂട് തങ്ങി നിൽക്കുന്നുണ്ടെന്ന് തോന്നി അവന്. അതേസമയം തന്നെയാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. റസിയ! സിന്നൂറ ഉറക്കെ വിളിക്കുന്നത് റസിയയും കേട്ടു. പുറത്ത് തൻ്റെ ഉമ്മയും പെങ്ങളും എല്ലാം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായ ഷൈജലിൻ്റെ മുഖത്തൊരു വെപ്രാളം തെളിഞ്ഞു. അവർ തന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ. റസിയ, ഡി പെണ്ണേ, ഹാജറയാണ്. ഇവിടെ നടക്കാൻ പോകുന്ന പൂരം അവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നല്ലോ. അവരുടെ പ്ലാനെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നിടഞ്ഞുവെന്ന് അറിയാതെ തങ്ങളുടെ റോൾ തകർത്ത് അഭിനയിക്കാൻ വേണ്ടി ആ ഉമ്മയും മകളും തയ്യാറായി വന്നു. തന്നെയല്ലോടെ വിളിക്കുന്നത്? പോയി അവർക്ക് ഡോറ് തുറന്നു കൊടുക്ക്. ഷിബിലി പറഞ്ഞത് മുഖം ഒന്ന് അമർത്തി തുടച്ചവൾ അവനെ കടന്ന് ഡോറിനടുത്തേക്ക് നടന്നു. എന്താടി റസിയ, നിനക്ക് ഡോറ് തുറക്കാൻ എത്ര പ്രയാസം? നീ അതിനകത്ത് എന്ത് ചെയ്യുമായിരുന്നടി? സിന്നൂറ പരിഹാസത്തോടെ ചോദിച്ചു. റസിയയുടെ മുഖത്ത് തിണർത്തി കിടക്കുന്ന വിരൽപ്പാടുകളും അവളുടെ നനവുള്ള കലങ്ങിയ മിഴകളും കണ്ടപ്പോൾ സിന്നൂറയുടെ ചുണ്ടിലൊരു വിജയച്ചിരി ഉണ്ടായി. എല്ലാം താൻ പ്രതീക്ഷിച്ച പോലെ നടന്നുവല്ലേ? റസിയ ഇക്ക ബലമായി കീഴ്പ്പെടുത്തി കാണും. അവളുടെ ഫോട്ടോയും ഇക്ക പകർത്തി കാണും. റസിയ മോളെ, നിന്റെ മുഖം എന്താണ് വല്ലാതെ? നീ കരഞ്ഞോ? അവളെ കണ്ടതും എന്തു പന്തികേട് തോന്നി ആയിഷുമ്മ ആര്യയോടെ തിരക്കി. അതിനെ അവൾ എപ്പോഴാ കരയാത്തേ? എപ്പോഴും കരഞ്ഞ് മറ്റുള്ളൊരു സഹതാപം പിടിച്ച് പറ്റുന്ന മിടുക്കിയല്ലേ റസിയ? ഹാജറ പുച്ഛത്തോടെ ചെറുകെട്ടി അകത്തേക്ക് കയറി. ഒപ്പം സിന്നൂറയും. കൺമുമ്പിൽ കാണുന്ന കാഴ്ച കണ്ട് ആ ഉമ്മയും മോളും കൂടെ കയറി വരുമല്ല ഞെട്ടിപ്പോയി. മോനെ, ഷൈജലേ! ഹാജറ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്കൊരു ഓട്ടമായിരുന്നു. ഉമ്മ! ഷൈജൽ വേദനയോടെ വിളിച്ചു. എന്താടാ നിനക്ക് പറ്റിയത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? ഹാജറ അലറിക്കൊണ്ട് റസിയെ നോക്കി. ഞാനാണ്. അമ്മായി എന്തിനാ റസിയനെ നോക്കുന്നത്? അവനെ ഉപദ്രവിച്ചതേ ഞാനാ. ഷിബിലി അവരുടെ മുൻപിലേക്ക് വന്നു. അവൻ്റെ കണ്ണിൽ തീയെരിയുന്നത് ഹാജറ കണ്ടു. സിന്നൂറയും അവനെ പകപ്പോടെ നോക്കി. എന്നാൽ ഐഷുമ്മയ്ക്ക് അവിടെ എന്തൊക്കെയോ അപകടം പുകയുന്നുണ്ടെന്ന് മനസ്സിലായി. തൻ്റെ ആങ്ങള ഒരു കാര്യവുമില്ലാതെ വെറുതെ ഒരാളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നുള്ള വിശ്വാസത്തോടെ സാബിറയിൽ നിന്നു. എന്തിനാ നീ എൻ്റെ കുട്ടിയെ തല്ലിക്കൊല്ലാനാക്കിയത്? ഹാജറക്ക് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അത് ഞാൻ പറഞ്ഞു തരണോ? അമ്മായിക്കും അമ്മയുടെ ഈ നിൽക്കുന്ന പുന്നാര മോൾക്കും അറിയാതിരിക്കില്ലല്ലോ കാര്യം. മകന് റസിയുടെ കട്ടിലിനിടയിൽ കയറി ഒളിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തത് നിങ്ങൾ രണ്ടാളും ചേർന്നല്ലേ അമ്മായി? അവനാ പറഞ്ഞത് കേട്ട് ഐഷുമ്മയും സാബിറയും ഒരുപോലെ നെട്ടിയിരുന്നു. ഒരു പാവം പെണ്ണിനെ ഇവനെപ്പോലൊരു കഴുകൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? നാളെ നിങ്ങളെ മകൾക്കും ഇതുപോലൊരു അവസ്ഥ വരുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കൂ. ഷിബിക്ക, സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. റസിയക്ക് കൂട്ടു നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ ഉമ്മയാണ് സമ്മതിക്കാത്തത്. സത്യങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി ഇക്കയുടെ പക്ഷം ചേർന്ന് നിന്നാൽ തന്നെയും ഷിബിലി വെറുക്കുമെന്ന് ഭയന്ന് സിന്നൂറ വരുത്തി തീർത്തൊരു നിഷ്കളങ്കതയോടെ പറഞ്ഞു. നിന്ന നിൽപ്പിൽ കാലുമാറുന്നവളെ ഷൈജലും ഹാജറയും ഒരുപോലെ നോക്കി. എന്തായാലും ഇത്തരം ചീപ്പ് നാടകങ്ങൾ കളിച്ചേ ഇനി ഇവിടെ ആരും നിൽക്കണമെന്നില്ല. എല്ലാവർക്കും പോകാം. ഷിബിലി തീർത്തു പറഞ്ഞു. അല്ലെങ്കിലും ഇവിടെ തുടരണമെന്ന് ഞങ്ങൾക്കുമില്ല. എൻ്റെ കുട്ടിയെ അടിച്ച് ഈ പരുവത്തിലാക്കിയ നിന്നോട് പടച്ചോൻ ചോദിക്കും. ഹാജറ ഷിബിലിയെ നോക്കി വെറുപ്പോടെ പറഞ്ഞു. പടച്ചോൻ ചോദിക്കുന്നതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അമ്മായി വേഗം ഇവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക്. ചെക്കൻ്റെ നെട്ടും ബോൾട്ടുമൊക്കെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. മിനിമം ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടി വരും. ഷിബിലി ചിരിയോടെ പറഞ്ഞു. ഹാജറ മകനെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഷിബിലി സാബിറയുടെ അടുത്തേക്ക് വന്ന് മോളൂട്ടിയെ വാങ്ങിയെടുത്തു. മോളൂട്ടി പേടിച്ചു പോയോ? അവൻ അവളുടെ ഇരു കവിളിലും ഉമ്മ വെച്ചു. മോളൂട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മേമയെ തനിച്ചാക്കി പോവരുതെന്ന്? മോളൂട്ടി പോയതുകൊണ്ടല്ലേ ആ ദുഷ്ടൻ മോളൂട്ടിയുടെ മേമയെ ഉപദ്രവിച്ചത്? സോറി അബ്ബ, ഇനി മോളൂട്ടി എങ്ങും പോവില്ലട്ടോ.
അത് പറയുമ്പോൾ മോളൂട്ടിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.